കറൻസ് ഓഫ് പസഫിക് ഓഷ്യൻ. റെഡ് ആരോയിൽ കാണിച്ചിരിക്കുന്നത് വാം കറണ്ടും ബ്ലൂ ആരോയിൽ കാണിച്ചിരിക്കുന്നത് കോൾഡ് കറണ്ടുമാണ്. കോൾഡ് കറണ്ട് പോളാർ റീജിയണിൽ നിന്നും വാം കറണ്ട് ഇക്വറ്റോറിയൽ റീജിയണിൽ നിന്നോ ട്രോപ്പിക്കൽ റീജിയണിൽ നിന്നോ വരുന്നതായിരിക്കും. ഇനി അടുത്തത് കൊറിയോലിസ് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. കൊറിയോലിസ് ഫോഴ്സ് ഭൂമിയുടെ റൊട്ടേഷൻ മൂലമുണ്ടാകുന്ന ഒരു ഫോഴ്സാണ്. ഇത് കാരണം നോർത്തേൺ ഹെമിസ്ഫിയറിൽ കറൻസ് റൈറ്റ് സൈഡിലേക്കും സദേൺ ഹെമിസ്ഫിയറിൽ കറൻസ് ലെഫ്റ്റ് സൈഡിലേക്കും ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഓരോ കറണ്ടുകളും പരിശോധിക്കാം. നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് മെക്സിക്കോയിൽ നിന്ന് തുടങ്ങി ഫിലിപ്പീൻസ് വരെ നീണ്ടു നിൽക്കുന്നതാണ് നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട്. ഇത് രണ്ടായിട്ട് പിരിഞ്ഞ് ഒരു ഭാഗം കുറോഷിയോ കറണ്ടും ഒരു ഭാഗം കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ടുമായി ചേരുന്നു. അടുത്തതായി സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട്. സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ടും രണ്ടായിട്ട് പിരിഞ്ഞ് ഒരു ഭാഗം കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ടും ഒരു ഭാഗം ഓസ്ട്രേലിയൻ കറണ്ടിനോടായിട്ട് ചേരുന്നു. നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ടും സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ടും ധാരാളം വാട്ടർ വെസ്റ്റേൺ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ഈ വാട്ടർ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു വാട്ടറിൻ്റെ പ്രവാഹം ഈസ്റ്റ് സൈഡിലേക്ക് പോകുന്നു. ഇതാണ് കൗണ്ടർ ഇക്വറ്റോറിയൽ കറണ്ട്. ഈ മൂന്ന് കറണ്ടും വാം കറണ്ടാണ്. ഇനി നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള പസഫിക് ഓഷ്യൻ കറൻസ് മാത്രമായിട്ട് നോക്കാം. ആദ്യമായി നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട്. ഇത് കുറോഷിയോ കറണ്ടുമായി ചേരുന്നു. കുറോഷിയോ കറണ്ട് ബെറിങ് സ്ട്രെയ്റ്റ് വരെ നീണ്ടു നിൽക്കുന്നതാണ്. തായ്വാൻ മുതൽ ബെറിങ് സ്ട്രെയ്റ്റ് വരെ നീണ്ടു നിൽക്കുന്നതാണ് കുറോഷിയോ കറണ്ട്. ഇത് കൊറിയോലിസ് ഫോഴ്സ് മൂലം ഡിഫ്ലക്റ്റ് ചെയ്ത് നോർത്ത് പസഫിക് കറണ്ടായിട്ട് മാറുന്നു. ഈ നോർത്ത് പസഫിക് കറണ്ടിലേക്ക് ഓയോഷിയോ കറണ്ട് അല്ലെങ്കിൽ കുരൈൽ കറണ്ട്, അത് കോൾഡ് കറണ്ടാണ്. പോളാർ റീജിയണിൽ നിന്ന് വരുന്ന ഈ കറണ്ടും കൂടി ജോയിൻ ചെയ്യുന്നു. ഇതും കുരൈൽ കറണ്ടും നോർത്ത് പസഫിക് കറണ്ടും കൂടി ജോയിൻ ചെയ്തത് കാലിഫോർണിയൻ കറണ്ടായിട്ട് ചേരുന്നു. കാലിഫോർണിയൻ കറണ്ട് കോൾഡ് കറണ്ടാണ്. ഇതോടെ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള പസഫിക് ഓഷ്യൻ കറണ്ട് പൂർത്തിയാകുന്നു. ഇനി അടുത്തതായിട്ട് സദേൺ ഹെമിസ്ഫിയറിലുള്ള പസഫിക് ഓഷ്യൻ കറണ്ടാണ്. ഇത് സൗത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഓസ്ട്രേലിയൻ കറണ്ടുമായി ചേരുന്നു. ഓസ്ട്രേലിയൻ കറണ്ട് കൊറിയോലിസ് ഫോഴ്സ് മൂലം ഡിഫ്ലക്റ്റ് ചെയ്ത് സൗത്ത് പസഫിക് കറണ്ട് ആയിട്ട് മാറുന്നു. ഈ സൗത്ത് പസഫിക് കറണ്ട് പെറു കറണ്ടായിട്ട് മാറുന്നു. അപ്പോൾ ഈ പെറു കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾഡ് കറണ്ടാണ്. സൗത്ത് പസഫിക് കറണ്ടും കോൾഡ് കറണ്ടാണ്. പെറു കറണ്ടിൻ്റെ വേറൊരു പേരാണ് ഹംബോൾട്ട് കറണ്ട്. ഇത്രയേ ഉള്ളൂ പസഫിക് ഓഷ്യൻ കറൻസ്.